സ്വകാര്യ ബസ് പണിമുടക്കിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കോതമംഗലത്ത് ബസ് ഉടമകളും തൊഴിലാളികളും പ്രതിഷേധ പ്രകടനം നടത്തി. ചെറിയ പള്ളിത്താഴത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം സമ്മേളനത്തോടെ കോതമംഗലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. നൂറുകണക്കിന് സ്വകാര്യ ബസ് ഉടമകളാണ് സ്വകാര്യ ബസ് പണിമുടക്കിനെ പിന്തുണച്ചുകൊണ്ട് കോതമംഗലം നഗരത്തിൽ നടത്തിയ പ്രകടനത്തിൽ പങ്കെടുത്തത്. ആവശ്യങ്ങൾ ഗവൺമെന്റ് പരിഹരിച്ചില്ലെങ്കിൽ ജൂലൈ 22 മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് നേതാക്കൾ അറിയിച്ചു. നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ പെർമിറ്റുകളും പുതുക്കി നൽകുക, വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് കാലാനുസൃതമായി വർദ്ധിപ്പിക്കുക, PCC നിയമം പിൻവലിക്കുക, ഈ ചെല്ലാൻ വഴി ഫൈൻ അടപ്പിക്കുന്ന നടപടികളിൽ നിന്നും പിന്മാറുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സൂചനാ സമരം കോതമംഗലത്ത് നടത്തിയത്. ഈ രാജ്യത്ത് സ്വകാര്യ ബസ് വ്യവസായം നിലനിൽക്കേണ്ടത് ഗവൺമെന്റിന്റെയും ജനങ്ങളുടെയും ഒക്കെ ഒരു ആവശ്യമാണ് എന്നൊരു ചിന്താഗതി ഈ വകുപ്പ് ഭരിക്കുന്ന മന്ത്രിക്കെങ്കിലും ഉണ്ടാകേണ്ടതല്ലേ? കാലാകാലങ്ങളിലായിട്ട് ഓരോരോ പേരുകൾ പറഞ്ഞുകൊണ്ട് രാമചന്ദ്രൻ കമ്മീഷന്റെ പേര് പറഞ്ഞു. ആ രാമചന്ദ്രൻ കമ്മീഷൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, മിനിമം 5 രൂപയെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയാൽ മാത്രമേ ഈ വ്യവസായം നിലനിൽക്കുകയുള്ളൂ, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന് കൃത്യമായിട്ട് പറഞ്ഞു, കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. അപ്പൊ അദ്ദേഹം ആ കൊടുത്ത റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഗവൺമെന്റ് ഭാഗത്ത് പറയുകയാണ്, ആ റിപ്പോർട്ട് ഞങ്ങൾക്ക് ഒന്നുകൂടി പഠിക്കണമെന്ന്. അതിനു വേണ്ടിയിട്ട് വീണ്ടും ഒരു കമ്മീഷൻ ഞങ്ങൾ കൂടി വെച്ചിരിക്കുകയാണ്. ആ കമ്മീഷന് റിപ്പോർട്ട് കൊടുത്തോ ഇല്ലേ എന്ന് അറിഞ്ഞില്ല. 3 മാസമാണ് അതിന് കാലാവധി പറഞ്ഞിരുന്നത്. എന്തൊക്കെ പറഞ്ഞാലും സ്വകാര്യ ബസ് മേഖലയും അതുമായി ബന്ധപ്പെട്ട ആളുകളെയും എങ്ങനെയെല്ലാം ദ്രോഹിക്കാമെന്നുള്ളതിന് PhD എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും മറ്റാളുകളും ചേർന്ന്. ബസ് സ്റ്റാൻഡിൽ നടന്ന സമാപന സമ്മേളനത്തിന് അസോസിയേഷൻ പ്രസിഡന്റ് ജോജി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ജനറൽ സെക്രട്ടറി സിബി നവാസ് സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ സാമുവൽ CP, ഷിബു, രതീഷ്, പ്രിയദർശൻ അറക്കൽ, ബഷീർ പാറേക്കാട്ട്, സുഗതൻ തലപ്പിള്ളി, വിനോദ് അപ്പൂസ് തുടങ്ങിയവർ പങ്കെടുത്തു. എനിക്ക് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയോടും ഗതാഗത വകുപ്പിലെ ജീവനക്കാരോടും പറയാനുള്ളത്, നിങ്ങളൊന്ന് കണ്ണ് തുറന്ന് കാണണം. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ 140 കിലോമീറ്റർ ഓടുന്നതിന് കുഴപ്പമില്ല, അതിന്റെ അപ്പുറത്തേക്ക് ഓടാൻ പാടില്ല. ആകെ 180 കിലോമീറ്റർ ഉള്ളൂ. 150 കിലോമീറ്റർ ഒരേ സമയത്തോടും അതേ സമയത്ത് KSRTC ഓടും. ഇതെന്താ നിയമമാണിത്? ഇത് പഠിക്കുന്നവര് കൊട്ടാരത്തിന്റെ അകത്തിരുന്നിട്ടല്ല, അത് ഇറങ്ങി വരണം. ഇത് ആളുകളെ ചോദിക്കണം, നമ്മളെയൊക്കെ വിളിക്കണം, കാര്യങ്ങൾ അന്വേഷിക്കണം, മനസ്സിലാക്കണം, എന്നിട്ട് തീരുമാനമെടുക്കണം. അല്ലാതെ വെറുതെ അടിച്ചേൽപ്പിക്കരുതെന്നുള്ളതാണ് പറയാനുള്ളത്. 4ാമത്തെ കാര്യം, ഇപ്പൊ പൊതുഗതാഗത സംവിധാനമാണ് ഈ കിടക്കാൻ 2 KSRTC. ഇവിടെ ഒരു മോട്ടോർ വാഹന ഉദ്യോഗസ്ഥനോ ഒരു പോലീസോ ഫോട്ടോ എടുത്ത് ചെല്ലാൻ ഒരു KSRTC അടയ്ക്കല്ല. അന്ന് അവിടെ കിടക്കുന്ന EBT വണ്ടിക്ക് വേണ്ടി ഫോട്ടോ എടുത്ത് ചെല്ലാൻ അടുപ്പിക്കും. ആരാ ചോദിക്കാൻ? 15,000, 30,000, 50,000 അവിടെ അടയ്ക്കാൻ RTO ചെല്ലുമ്പോൾ അറിയണത്, വേറെ ആരും അറിയുന്നില്ല. ഇത് രണ്ടും പൊതുഗതാഗതമാണല്ലോ, ജനങ്ങൾക്ക് യാത്രയ്ക്ക് വേണ്ടിയാണല്ലോ. എല്ലാവരും കാറുള്ളവരല്ല, എല്ലാവരും വലിയ വണ്ടിയുള്ളവരല്ല, യാത്രക്കാർക്ക് പോകാൻ വേണ്ടിയാണ് ബസ്. അപ്പൊ പൊതുഗതാഗതമായിട്ടുള്ള ഈ സംവിധാനത്തിന് ഒരു പരിഗണന കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.